എച്ച് മാത്സ് വേൾഡിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ 5ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ 4 വീഡിയോ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരുന്നു. പെയർ ഓഫ് ഇക്വേഷൻസ് എന്ന ചാപ്റ്ററിൽ 2 വേരിയബിൾസ് ഉപയോഗിച്ച് പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാവുന്നതിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ 5ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു മണി പ്രോബ്ലമായിട്ടാണ് വന്നിരിക്കുന്നത്. An amount of rupees 1 lakh is deposited in 2 schemes. One gives 7% interest and the other gives 6% interest. After 1 year, he got rupees 6,750 as interest from both the schemes. How much did he deposit in each scheme? അതായത് ഒരു ആള് 1 ലക്ഷം രൂപ ബാങ്കിൽ നിക്ഷേപിക്കുകയാണ്. അത് 2 സ്കീമിലായിട്ടാണ് നിക്ഷേപിക്കുന്നത്. എത്ര എമൗണ്ട് വെച്ച് നിക്ഷേപിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല. ടോട്ടൽ എമൗണ്ട് ഡെപ്പോസിറ്റ് ആണ് 1 ലാക്ക്. അതിൽ ഒരു പാർട്ട് 7% ഇൻട്രസ്റ്റ് തരുന്ന സ്കീമിലും മറ്റൊരു പാർട്ട് 6% ഇൻട്രസ്റ്റ് തരുന്ന സ്കീമിലുമാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ 1 വർഷം കഴിയുമ്പോൾ ആൾക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് 6,700. ഈ 2 സ്കീമിൽ നിന്നും കൂടിയുള്ള ഇൻട്രസ്റ്റ് ആണ് ആകെ ഇൻട്രസ്റ്റ്. ടോട്ടൽ ഇൻട്രസ്റ്റ് കളക്റ്റഡ് ഫ്രം ബോത്ത് ദി സ്കീംസ് ഈസ് 6,750. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആഫ്റ്റർ 1 ഇയർ ആണ്. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ആയാലും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയാലും സെയിം ആണ്. അപ്പോൾ ആഫ്റ്റർ 1 ഇയർ ആയതുകൊണ്ട് നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന രീതിയിൽ തന്നെ എടുത്താൽ മതി. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, എത്ര രൂപയാണോ നിക്ഷേപിച്ചത് അതിൻ്റെ 7% ആണ് ഫസ്റ്റ് സ്കീമിൽ 1 വർഷത്തേക്ക് കിട്ടുക ഇൻട്രസ്റ്റ് ആയിട്ട്. സെക്കൻഡ് സ്കീമിൽ 6% ആണ് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുക. അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ. ആദ്യത്തെ സ്കീമിൽ എത്ര രൂപ നിക്ഷേപിച്ചെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ലെറ്റ് ദി എമൗണ്ട് ഡെപ്പോസിറ്റ് ഇൻ ദി ഫസ്റ്റ് സ്കീം ഈസ് എക്സ്. അങ്ങനെ എടുക്കാം. amount deposited in 7% scheme is x rupees. അതുപോലെ amount deposited in 6% scheme is y rupees. നമ്മൾ 2 വേരിയബിൾ എടുത്താൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു വേരിയബിൾ എടുത്തും ചെയ്യാം, എളുപ്പം 2 വേരിയബിൾ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ളത് അതാണ്. അപ്പോൾ amount deposited in 7% scheme is x, amount deposited in 6% scheme is y. ഈ ആദ്യത്തെ കണ്ടീഷൻ എന്താണ്? ടോട്ടൽ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് 1 lakh rupees ആണ്. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സ്കീമിൽ നിക്ഷേപിച്ച എക്സ് റുപ്പീസും രണ്ടാമത്തെ സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്ത വൈ റുപ്പീസും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ വരുന്നത് 1 lakh. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 1 lakh എന്നൊരു കണ്ടീഷൻ ഉണ്ട്. രണ്ടാമത്തെ കണ്ടീഷൻ, 2ലെയും കൂടി ഇൻട്രസ്റ്റ്, ഒന്നാമത്തേലെ ഇൻട്രസ്റ്റും രണ്ടാമത്തേലെ ഇൻട്രസ്റ്റും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 6,750. അപ്പോൾ അവിടെ ഒന്നാമത്തെ ഇൻട്രസ്റ്റ് എത്രയായിരിക്കും? ഇൻട്രസ്റ്റ് ഫ്രം ഫസ്റ്റ് സ്കീം എന്ന് പറയുന്നത് 7% ആണ്. എക്സ് റുപ്പീസ് ആണ് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എക്സ് ഇൻറ്റു 7/100, അതായത് 7% ഓഫ് എക്സ്. അപ്പോൾ 7/100 ഇൻറ്റു എക്സ്, അത് 7x/100. അപ്പോൾ ഫസ്റ്റ് സ്കീമിൽ നിന്ന് 1 വർഷത്തേക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് 7x/100 ആണ്. അപ്പോൾ സെക്കൻഡ് സ്കീമിൽ നിന്നോ y റുപ്പീസ് ആണ് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വൈയുടെ 6% എന്ന് പറഞ്ഞാൽ 6y/100 അല്ലെങ്കിൽ y ഇൻറ്റു 6/100. അപ്പോൾ 6y/100 ഈസ് ദി ഇൻട്രസ്റ്റ് ഫ്രോം സെക്കൻഡ് സ്കീം. 7x/100 ഈസ് ദി ഇൻട്രസ്റ്റ് ഫ്രോം ദി ഫസ്റ്റ് സ്കീം. ടോട്ടൽ ഇൻട്രസ്റ്റോ 7x/100 പ്ലസ് 6y/100. അപ്പോൾ ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 7x/100 പ്ലസ് 6y/100. അത് എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്? അതാണ് 6,750. അപ്പോൾ തന്നിരിക്കുന്ന ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 6,750 എന്ന് പറയുന്നത് ഫസ്റ്റ് സ്കീമിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ആയ 7x/100 സെക്കൻഡ് സ്കീമിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ആയ 7y/100 ആണ്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 6,750 എന്ന് നമുക്കറിയാം തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ഗിവൺ ഇൻ ദി ക്വസ്റ്റ്യൻ. അത്രയും ക്ലിയർ ആയോ? ഇത് സിംപ്ലിഫൈ പാടുന്ന നോക്കിയാൽ ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ ന്യൂമറേറ്റർ ആഡ് ചെയ്യാൻ 7x പ്ലസ് 6y ഹോൾ ഡിവൈഡ് ബൈ 100 ഈസ് ഈക്വൽ ടു 6,750. സെയിം ഡിനോമിനേറ്റർ ആകുമ്പോൾ ന്യൂമറേറ്റർ ആഡ് ചെയ്താൽ മതി. ഡിവൈഡ് ചെയ്യാവുന്ന 100 അപ്പറേറ്റ് ഉണ്ടോവാ. അപ്പോൾ 7x പ്ലസ് 6y ഈസ് ഈക്വൽ ടു 6,750 ഇൻറ്റു 100 വരും. ഡിവൈഡ് ചെയ്യാന്നുള്ള 100 അപ്പുറം ചെല്ലുമ്പോൾ ഇൻറ്റു 100. അപ്പോൾ 6,750 ഇൻറ്റു 100.
അത് 6,75,000 റുപ്പീസ് കിട്ടും. അപ്പോൾ 7x പ്ലസ് 6y ഇസ് ഈക്വൽ ടു 6,75,000. അത്രയും ക്ലിയർ ആയല്ലോ. പിന്നെ ആദ്യത്തെ കണ്ടീഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ്? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 lakh ഇറ്റ് ഈസ് ഗിവൺ. കാരണം ടോട്ടൽ എമൗണ്ട് ഡെപ്പോസിറ്റ് 1 lakh ആണ്. അപ്പോൾ എക്സും വൈയും, അതായത് എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 lakh കിട്ടും. അപ്പോൾ 2 ഇക്വേഷൻസ് ഉണ്ട് ഇവിടെ. ഇതിൽ നിന്ന് നമുക്ക് എക്സ് ഈക്വൽ ടു 1 lakh മൈനസ് വൈ എന്നോ അല്ലെങ്കിൽ വൈ ഈക്വൽ ടു 1 lakh മൈനസ് എക്സ് എന്നോ എഴുതാം. അപ്പോൾ വൈ ഈക്വൽ ടു 1 lakh മൈനസ് എക്സ് ഒരെണ്ണം എടുത്തുന്നുള്ളൂ. വൈക്ക് പകരം ഈ ആഡിങ് എക്സ് സെപ്പറേറ്റ് നമുക്ക് സബ്ട്രാക്ടിങ് എക്സ് ആയി. അപ്പോൾ വൈ ഈസ് ഈക്വൽ ടു 1 lakh മൈനസ് എക്സ്. അത് ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 7x പ്ലസ് 6y ഈക്വൽ ടു 6,75,000 എന്നുള്ളതിൽ വൈയുടെ പ്ലേസിൽ 1 lakh മൈനസ് എക്സ് കൊടുത്തുകൊണ്ടാവും. 7x പ്ലസ് 6 ഇൻറ്റു വൈയുടെ സ്ഥാനത്ത് 1 lakh മൈനസ് എക്സ്. ഈ 1 lakh മൈനസ് എക്സ് വൈയുടെ പ്ലേസിലുള്ളതാണ്. ഈക്വൽ ടു 7x പ്ലസ് 6 ഇൻറ്റു 1 lakh മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 6,75,000 എന്ന് കിട്ടും. ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കിയേ. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 7x 6 ഇൻറ്റു 1 lakh 6 lakh എന്ന് വരും. 6 ഇൻറ്റു എക്സ് 6x. അപ്പോൾ 7x പ്ലസ് 6 lakh മൈനസ് 6x ഈക്വൽ ടു 6,75,000. അതിൽ നിന്ന് 7x മൈനസ് 6x നമുക്കറിയാം എക്സ് എന്ന് കിട്ടും. അപ്പോൾ എക്സ് പ്ലസ് 6 lakh ഈക്വൽ ടു 6,75,000. അതിൽ നിന്ന് എക്സ് എന്ന് പറയുന്നത് 6,75,000 നിന്ന് 6 lakh സെപ്പറേറ്റ് ആഡിങ് 6 lakh സെപ്പറേറ്റ് ചെല്ലുമ്പോൾ സബ്ട്രാക്ടിങ് 6 lakh എന്ന് വരും. അപ്പോൾ 6,75,000 നിന്ന് 6 lakh കുറയ്ക്കുന്നതാണ് എക്സ്. അതായത് 75,000 എക്സ് എന്ന് പറഞ്ഞാൽ 75,000 എന്ന് കിട്ടും. അതായത് ആദ്യത്തെ സ്കീമിൽ 7% സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് 75,000. ആകെ രണ്ടും കൂടി കൂട്ടി എത്രയാ? 1 lakh ആണ്. അപ്പോൾ വൈ എത്ര വരും? 1 lakh മൈനസ് 75,000. 1 lakh മൈനസ് 75,000 എന്ന് പറഞ്ഞാൽ 25,000. അപ്പോൾ ആദ്യത്തെ സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട്, അതായത് എക്സ് എന്ന് പറയുന്നത് amount deposited in the first scheme, that is 75,000. amount deposited in the second scheme, that is 25,000. So ഇത് രണ്ടുമാണ് ആൻസർ. അപ്പോൾ ഇത് രണ്ട് വേരിയബിൾ എടുത്ത് നമ്മൾക്ക് ഇങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.